ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതിനു മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്നലെ മുതൽ നമ്മളൊരു പുതിയ കഥ തുടങ്ങിയിട്ടുണ്ട്. സരസ്വതി ടീച്ചറുടെ കഥയാണ്, അല്ലെങ്കിൽ ടീച്ചറമ്മയുടെ കഥ. ടീച്ചറമ്മയുടെ കഥയിൽ ഇന്നലെ നമ്മൾ പരിചയപ്പെട്ടത് ടീച്ചറമ്മയുടെ കുടുംബവും കുഞ്ഞുങ്ങളും കൊച്ചുമക്കളെയൊക്കെയാണ് പരിചയപ്പെട്ടത്. അതിനിടയിൽ ചില രസകരമാകുന്ന നിമിഷങ്ങളൊക്കെ നമ്മൾ കണ്ടു. അങ്ങനെ ഇന്നലെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ തൻ്റെ മൂത്ത മകനായ മകേഷിനൊപ്പം ടീച്ചർ സ്കൂളിലേക്ക് പോകുമ്പോഴേ മകേഷിൻ്റെ ബേക്കറിയിൽ ഇറങ്ങി കൈപ്പുണ്യമുള്ള ടീച്ചറമ്മ ഉണ്ണിയപ്പം ഇടണം എന്നൊരു നിർബന്ധം മകേഷ് പിടിക്കുകയും അങ്ങനെ അവിടെ ഇറങ്ങി സ്കൂളിൽ പോകാൻ താമസിച്ചു. ഈ സമയത്ത് മകേഷ് കൊണ്ടുവിടാമെന്നൊക്കെ പറഞ്ഞ് വാക്കു പറഞ്ഞെങ്കിലും ടീച്ചറമ്മയെ കടയിൽ ചെന്ന് താമസിച്ചിട്ടും കൊണ്ടുവിടാതെ പെൺകുട്ടികളെ കണ്ടപ്പോൾ പെൺകുട്ടികളോടൊപ്പം സല്ലപിച്ച് നിൽക്കുന്ന സമയത്ത് ടീച്ചറമ്മ എങ്ങനെയെങ്കിലും സ്കൂളിൽ ചെല്ലണം, കാരണം ഇന്ന് തൻ്റെ മേലുദ്യോഗസ്ഥന്മാർ സ്കൂൾ സന്ദർശിക്കുന്നുണ്ട്, അതുകൊണ്ട് എത്രയും വേഗം ടീച്ചർ അവിടെ എത്തണമെന്ന് കൂട്ടുകാരിയായി ഒരു ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു കൂട്ടുകാരി ടീച്ചറുണ്ടല്ലോ, ടീച്ചർ വിളിച്ചു പറയുകയും അങ്ങനെ ടീച്ചർ വളരെ വെപ്രാളത്തി മകനെ നോക്കി ഇനി നിന്നാൽ തൻ്റെ കാര്യം പോക്കാണെന്ന് മനസ്സിലാക്കി ടീച്ചർമാർ റോഡിലേക്ക് ഇറങ്ങിയും അങ്ങനെ ബസ് സ്റ്റോപ്പിൽ ചെന്നപ്പോൾ ബസ്സെല്ലാം പോവുകയും അതിനുശേഷം ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ ഓട്ടോയെ കൈ കാണിക്കുന്നുണ്ടോ. അപ്പോൾ ഓട്ടോ ഒന്നും നടത്തുന്നില്ല കേട്ടോ. ഈ സമയം വളരെ ദുഃഖത്തോടു കൂടി നിൽക്കുന്ന ടീച്ചറമ്മയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണുന്ന. ആ സമയത്താണ് ഒരു ബൈക്കിൽ ഒരു യുവാവും യുവതിയും ഒരു കുഞ്ഞുകുട്ടിയും വരികയാണ്. പെട്ടെന്ന് ടീച്ചറമ്മയെ ഈ യുവാവ് കാണുകയും പെട്ടെന്ന് ഈ ബൈക്ക് യൂട്ടേൺ അടിച്ച് ടീച്ചറമ്മയുടെ അടുക്കൽ കൊണ്ട് നിർത്തിയിട്ട് ഹെൽമെറ്റ് എടുത്തു കഴിഞ്ഞപ്പോഴാണ് ടീച്ചറമ്മയെ വിളിക്കുകയാണ്. സരസ്വതി ടീച്ചറിനെ വിളിച്ചപ്പോഴാണ് മനസ്സിലായത് ഇത് ടീച്ചറുടെ പൂർവ്വ വിദ്യാർത്ഥിയാണ് എന്ന് മനസ്സിലാക്കുകയും അങ്ങനെ ശ്രീജിത്ത് എന്ന വ്യക്തി തൻ്റെ ഭാര്യയാൻ ടീച്ചറമ്മയെ സരസ്വതി ടീച്ചറെ പരിചയപ്പെടുത്തുകയാണ്. ഈ പരിചയപ്പെടുത്തുന്നതിനിടയിൽ ടീച്ചർ എന്താണ് ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇന്ന് അല്പം സ്കൂളിൽ പോകുന്ന വഴിയാണ്, പക്ഷേങ്കിൽ മോൻ്റെ ബേക്കറിയിൽ കയറിയപ്പോൾ അല്പം താമസിച്ചു പോയി, അതുകൊണ്ട് ബസ് വരാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് എന്ന് പറയുകയാണ്. അപ്പം മകേഷ് നോക്കുമ്പോൾ ടീച്ചറിൻ്റെ മുഖത്തെ ആ വെപ്രാളവും അല്ലെങ്കിൽ താമസിച്ചു പോയതിൻ്റെ വെപ്രാളമൊക്കെ കാണാമല്ലോ. ഇതിനിടയ്ക്ക് ടീച്ചർ ഈ മകേഷിനെ എങ്ങനെയാണ് മുൻകാലത്തിൽ കണ്ടത് എന്നതൊക്കെ മകേഷ് തൻ്റെ ഭാര്യയോട് ശ്രീജിത്ത് പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ. അതായത് ഒരു UP ക്ലാസ്സിൽ പഠനം അവസാനിപ്പിക്കേണ്ട സമയത്ത് ടീച്ചറമ്മയാണ് തന്നെ ചേർത്ത് നിർത്തിയതെന്നും അങ്ങനെ ടീച്ചറമ്മ മുഖേനയാണ് തനിക്ക് ഇന്ന് എന്തെങ്കിലും നേടുവാൻ കഴിഞ്ഞതെന്ന് തൻ്റെ ഭാര്യയോട് ശ്രീജിത്ത് പറയുന്ന ഒരു രസകരമാകുന്ന നല്ല നിമിഷങ്ങളൊക്കെ കാണാം. അതിനുശേഷം ടീച്ചറിനെ സ്കൂളിൽ കൊണ്ടുവിടുവാൻ ഈ ശ്രീജിത്ത് എന്ന പൂർവ്വ വിദ്യാർത്ഥി ശ്രമിക്കുകയും ആദ്യമൊക്കെ ടീച്ചർ അതിന് തടസ്സം നിൽക്കും. വേണ്ട മോനെ, ഇതിന് വളരെ ഇത്രയും പറഞ്ഞല്ലോ, അതിന് വളരെ നന്ദിയുണ്ട്, ഞങ്ങൾക്ക് ഇപ്പോൾ ഓട്ടോ വരും, അതിന് ഞാൻ പൊക്കോളാം എന്ന് പറയുമ്പോൾ ഈ ശ്രീജിത്ത് പറയാം, വേണ്ട ടീച്ചറിനെ കൊണ്ടുവിട്ടിട്ടേ ഉള്ളൂ ഞാൻ എന്ന് പറയുക. അപ്പം തൻ്റെ ഭാര്യയും മകളും എന്ത് ചെയ്യുമെന്ന് ടീച്ചർ ചോദിക്കുമ്പോൾ അവരിവിടെ നിന്നോളും, സാരമില്ല എന്ന് പറയുകയും അങ്ങനെ ഭാര്യയും മകളും ഈ ബൈക്കിൽ നിന്നിറങ്ങി ശേഷം ടീച്ചറമ്മയുമായിട്ട് സ്കൂളിലേക്ക് പോവുകയാണ്. അങ്ങനെ ബൈക്കിൽ സ്കൂളിലെത്തുമ്പോൾ തന്നെ കാത്തു നിൽക്കുന്നത് തൻ്റെ പ്രിയ കൂട്ടുകാരിയായ ടീച്ചറുണ്ട്. ടീച്ചർ ഓടി വന്ന് നമ്മുടെ ടീച്ചറമ്മയോട് പറയുകയാണ്, എന്താ ഇത്ര താമസിച്ചത്, AM വളരെ സ്ട്രിക്റ്റായിട്ട് അല്ലെങ്കിൽ ചൂടിൽ നിൽക്കുകയാണ്, എന്തായാലും അസംബ്ലി കഴിഞ്ഞിട്ടല്ലേ നീ വന്നത്, അതുകൊണ്ട് ഇനി വരാനുള്ളവർ ഒപ്പിടുന്നത് സാറിൻ്റെ മുൻപിൽ ചെന്ന് ഒപ്പിട്ടാൽ മതിയെന്ന് പറഞ്ഞ് പെട്ടെന്ന് വരാനും പറഞ്ഞ് ടീച്ചറിനെയും കൂട്ടിക്കൊണ്ട് ടീച്ചറമ്മയുടെ അല്ലെങ്കിൽ സരസ്വതി ടീച്ചറിൻ്റെ കൂട്ടുകാരി വിളിച്ചുകൊണ്ട് പോയി. ഈ സമയത്ത് നമ്മളെ AMO അവിടെ വളരെ സ്ട്രിക്റ്റായിട്ട് എല്ലാവരും ഷൗട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയമാണ്. ഈ സമയത്ത് നമ്മുടെ ടീച്ചറമ്മയെ കാണുകയും ടീച്ചറമ്മയോട് എന്താണ് താമസിച്ചു വന്നത്, ഇതാണോ നിങ്ങളുടെ ഉത്തരവാദിത്വം എന്നൊക്കെ ചോദിച്ച് ഷൗട്ട് ചെയ്യുന്നൊരു ഭാഗമുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊന്നും ഉത്തരം കൊടുക്കാതെ താൻ താമസിച്ചു വന്നത് തെറ്റാണെന്ന് മനസ്സിലാക്കിയ സരസ്വതി ടീച്ചർ വളരെ ദുഃഖത്തോടു കൂടി തലതാഴ്ച നിൽക്കുകയും ഒടുവിൽ ഈ AMO ടീച്ചിങ് നോട്ടുകൾ എന്തെന്ന് ചോദിക്കുകയും അത് ഭദ്രമായി ടീച്ചർ കൊടുക്കുന്നുണ്ട്. ഏതായാലും ടീച്ചർ കാര്യങ്ങളൊക്കെ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്, പക്ഷേങ്കിൽ ഇതായത് കുട്ടികൾക്കും ചെയ്യാൻ പറ്റുന്നതല്ല എന്നൊക്കെ ചോദിച്ച് കളിയാക്കുമ്പോൾ ഈ ടീച്ചറമ്മയോട് വൈരാഗ്യമുള്ള അല്ലെങ്കിൽ കണ്ണിക്കടിയുള്ള ചില സാറുമാരും ടീച്ചർമാരൊക്കെ ഉണ്ട് കേട്ടോ. അവരൊക്കെ ഇത് കണ്ട് സന്തോഷിക്കുന്ന ഒരു നിമിഷങ്ങളൊക്കെ കാണാൻ കഴിയും. ഇതിനുശേഷം ടീച്ചറോട് പറയുകയാണ്, ടീച്ചർ ഏത് ക്ലാസ്സാണ് പഠിപ്പിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ 4ാം ക്ലാസ്സാണ് പഠിപ്പിക്കുന്നത്, ഏത് വിഷയമാണ് എന്ന് ചോദിക്കുമ്പോൾ മലയാളമാണെന്ന് എന്ന് പറയുകയാണ്. എന്നാൽ ഇന്ന് ടീച്ചറുടെ
ക്ലാസ് എനിക്കിന്ന് കാണണം. നോട്ട് എഴുത്തൊക്കെ എല്ലാവർക്കും ഏത് കുട്ടികൾക്കും പറ്റുമല്ലോ, പക്ഷേ ക്ലാസ് എങ്ങനെയാണ്, കുട്ടികളെ എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത് എന്ന് എനിക്ക് ഒന്ന് മനസ്സിലാക്കണം എന്ന് പറയുകയും പിന്നീട് അതിനുവേണ്ടി ഒരുങ്ങി നിൽക്കുന്ന നമ്മുടെ മേലുദ്യോഗസ്ഥനെ കാണാം. ഈ സമയത്ത് ടീച്ചർ തൻ്റെ കുട്ടികളെ പോയി പഠിപ്പിക്കുമ്പോൾ തന്നെ ഓഫീസിലിരുന്ന് ടീച്ചറുടെ പഠനം ശ്രദ്ധിക്കുന്ന നമ്മുടെ AMO അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥനെ കാണാം. അതിൽ മേലുദ്യോഗസ്ഥൻ്റെ ടീച്ചറിൻ്റെ ക്ലാസ് അങ്ങ് പെട്ടെന്ന് ഇഷ്ടപ്പെടുകയാണ്. കാരണം ഒരു കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കേണ്ട രീതി സാറിനങ്ങ് ഇഷ്ടപ്പെടുകയും അങ്ങനെ ടീച്ചറുടെ ക്ലാസ് മുഴുവനായി ശ്രദ്ധിച്ച് അതിൽ സന്തോഷവാനായ, ആദ്യം വഴക്ക് പറഞ്ഞെങ്കിലും ടീച്ചറിനെ അംഗീകരിക്കുകയും ടീച്ചറിനെ കൂടുതലായിട്ട് ബഹുമാനിക്കുകയും ചെയ്യുന്നൊരു നല്ല നിമിഷങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണാം. അതിനുശേഷം ഈ സാറ് എല്ലാം കഴിഞ്ഞ് എൻക്വയറിയൊക്കെ കഴിഞ്ഞ് മടങ്ങിപ്പോകുന്ന സമയത്ത് ടീച്ചറെ വിളിക്കുകയും ടീച്ചറിനോട് ടീച്ചറുടെ ക്ലാസ് എനിക്ക് ഇഷ്ടപ്പെട്ടു, അത് എനിക്ക് വളരെ മനോഹരമായ രീതിയിൽ ടീച്ചറിന് കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയുകയും മാത്രമല്ല അത് ഈ അംഗീകാരം ടീച്ചറിന് ഞാൻ തരുമ്പോൾ എന്നും ഇതുപോലെ താമസിച്ച് വരാതെ ടീച്ചർ ശ്രദ്ധിക്കണം കേട്ടോ എന്നൊക്കെ ഈ മേലുദ്യോഗസ്ഥൻ ടീച്ചറോട് പറയുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ടീച്ചറിന് എന്തായാലും സന്തോഷമായി, തന്നെ അംഗീകരിച്ചല്ലോ, തൻ്റെ പഠനം താൻ കുട്ടികളെ പഠിപ്പിക്കുന്ന ആ രീതി സാറിന് ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ നമ്മുടെ ടീച്ചറിനും അതിൽ വളരെ സന്തോഷം തോന്നുകയും ഇല്ല സാർ ഇനി ഞാൻ ഒരിക്കലും താമസിച്ച് വരില്ല എന്ന് പറഞ്ഞ് ഒരു പ്രോമിസ് കൊടുക്കുന്ന ഒരു ഭാഗങ്ങളൊക്കെയാണ് കാണുന്നത്. അതിനുശേഷം കാണുന്നത് നമ്മുടെ മകേഷിനെ കുറിച്ചാണ്. മകേഷ്, അതായത് ടീച്ചറമ്മയുടെ മൂത്ത മകനായ മകേഷ് വളരെ രസകരമാകുന്നൊരു നിമിഷമാണ്. കാരണം എന്ന് വെച്ചാൽ പെണ്ണുങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവരുമായിട്ട് സംസാരിക്കുകയും അവരെ എങ്ങനെയെങ്കിലും വളച്ച് അവരുമായിട്ട് സല്ലപിക്കാൻ ഏറെ പ്രിയമുള്ളൊരു വ്യക്തിയാണ് മകേഷ് എന്ന ടീച്ചറമ്മയുടെ മകൻ. ബേക്കറിലായതുകൊണ്ട് തന്നെ ഒത്തിരി പെൺകുട്ടികളൊക്കെ വരുമ്പോൾ അവരെയൊക്കെ ആ കണ്ണുകൾ കൊണ്ടും പുഞ്ചിരികൾ കൊണ്ടും കറക്കിയെടുത്ത് തൻ്റെ വശത്താക്കുകയും അവരുമായിട്ട് കൂട്ടുകൂടി അല്ലെങ്കിൽ അവരുമായിട്ട് ഒരു സൗഹൃദം കൂടുകയും ചെയ്യുന്ന ഒരു പ്രകൃതമാണ് നമ്മുടെ മകേഷിന്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു അയൽവാസിയായ ഒരു പെൺകുട്ടി വരികയും ഈ പെൺകുട്ടി മാക്സിമം ഈ മകേഷിനെ ഉപയോഗിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ബേക്കറി വന്ന് ആ സാധനങ്ങളൊക്കെ മേടിച്ച് ജ്യൂസും അതുപോലെ സ്വീറ്റൊക്കെ കഴിക്കുകയും മകേഷിനെ ഒന്ന് സോപ്പിടുകയും മകേഷിൽ ചെന്ന് കൂടുതൽ സമയം ഈ പെൺകുട്ടിയുമായി സല്ലപിക്കുകയൊക്കെ ചെയ്യുന്നത് മറ്റ് ജോലിക്കാരൊക്കെ കാണുകയും അപ്പോൾ ജോലിക്കാർ പറയും ഇന്നും ഈ പെൺകുട്ടി നമ്മുടെ മകേഷിനെ പറ്റിക്കുമല്ലോ, ഇന്നും കാശ് തരാതെയായിരിക്കുമല്ലോ ആ പെൺകുട്ടി പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതിനിടയിൽ പല കച്ചവടക്കാരും അല്ലെങ്കിൽ പലരും പല ആവശ്യങ്ങൾക്ക് വേണ്ടി ബേക്കറിയിൽ വരുമ്പോൾ പെൺകുട്ടിയുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ മകേഷ് ആ ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്നവരെ പറഞ്ഞു വിടുന്ന അല്ലെങ്കിൽ ആ സാധനം ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ് കച്ചവടം അലമ്പി വിടുന്ന ഒരു ദയനീയ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിനുശേഷം കാണുന്നത് ഇന്നത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വീണ്ടും ടീച്ചറമ്മയ്ക്ക് തിരിച്ചടികൾ വരുന്ന, സ്കൂളിൽ ചില തിരിച്ചടികൾ സംഭവിക്കുന്നതൊക്കെയാണ് കാണുന്നത്. അതിനിടയിൽ പിറ്റേ ദിവസം കാണിക്കുമ്പോൾ ടീച്ചറമ്മയുടെ ഇളയ മകളായ വീണ ടീച്ചറിന് രാവിലെ തന്നെ സ്കൂളിൽ കൊണ്ട് വിടുന്ന ഒരു ഭാഗമുണ്ട്. ഇന്നലെ താമസിച്ച് പോയതുകൊണ്ട് തന്നെ മേലുദ്യോഗസ്ഥൻ്റെ ഇത് വഴക്ക് കേട്ടതുകൊണ്ടായിരിക്കാം പിറ്റേ ദിവസം നേരത്തെ സ്കൂളിൽ വരാൻ വേണ്ടി തൻ്റെ മൂത്ത മോളായ BEdന് പഠിക്കുന്ന അല്ലെങ്കിൽ ടീച്ചറാകാൻ പഠിക്കുന്ന വീണ ടീച്ചറെ കൊണ്ട് വിടുകയും ഈ സമയത്ത് ടീച്ചറിന് എന്നും ഒരു ശത്രുവുണ്ട് സ്കൂളിൽ, വേറെ ആരുമല്ല PTA പ്രസിഡന്റ് ടീച്ചറിനെ കളിയാക്കുകയാണ്. ഇന്നലെ മേലുദ്യോഗസ്ഥൻ സാറ് വന്ന് വഴക്ക് പറഞ്ഞുകൊണ്ടായിരിക്കാം ഇന്ന് നേരത്തെ വന്നത് എന്നൊക്കെ ചോദിച്ച് കളിയാക്കുകയും ആ കളിയാക്കിൽ ടീച്ചറിനോട് ഒത്തിരി വൈരാഗ്യമുണ്ട് ഈ PTA പ്രസിഡന്റിന് എന്നൊക്കെ പ്രേക്ഷകരായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ. അതിനുശേഷം ടീച്ചർ ക്ലാസ്സിൽ ചെന്ന് എല്ലാ കുട്ടികളെയും സ്നേഹത്തോടു കൂടി പേര് വിളിച്ച് ഹാജരെടുക്കുന്ന ഒരു ഭാഗമാണ്. ഹാജരെടുക്കുന്ന സമയത്ത് ഒരു കുട്ടിയെ മാത്രം കാണുന്നില്ല, പേര് വിളിച്ചിട്ട് കാണുന്നില്ല. അപ്പോൾ ബാക്കിയുള്ളവർ ചോദിക്കുകയാണ് ആ കുട്ടി എന്ത് ചെയ്യും ചോദിക്കുമ്പോൾ ഒരു പെൺകുട്ടി കേട്ടോ, ആ പെൺകുട്ടിയെ കാണുന്നില്ല, പെൺകുട്ടിയുടെ ബാഗ് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കുട്ടികളൊക്കെ പറയുകയാണ് ടീച്ചറെ അവിടെ വന്ന് ബാഗ് ഇവിടെ വെച്ചിട്ട് വെളിയിലേക്ക് പോയെന്ന് പറയും. അപ്പോൾ പെട്ടെന്ന് ടീച്ചറിന് സംശയം തോന്നുകയും ടീച്ചറെ പെട്ടെന്ന് വെളിയിൽ ചെന്ന് തൻ്റെ പ്രിയ കൂട്ടുകാരിയായി ടീച്ചറിനോട് ചോദിക്കുകയാണ് ഇതുപോലെ ഒരു കുട്ടിയെ കാണുന്നില്ല, അവളെ കാണുന്നില്ല, എന്ത് ചെയ്യുന്നത് അറിയുന്നില്ല, ബാഗ് ക്ലാസ്സിൽ ഇരിപ്പുണ്ടെന്ന് പറയുക. അങ്ങനെ ഇത് എല്ലാ സാറുമാരറിയുകയും സാറുമാരും ടീച്ചർമാരൊക്കെ ഈ കുട്ടിയെ അവിടെ ആ സ്കൂളും പരിസരമൊക്കെ അന്വേഷിക്കുക കേട്ടോ. അതിനോടൊപ്പം നമുക്ക് എല്ലാ സ്കൂളിനും മുൻപിൽ ഒരു കടയുണ്ടല്ലോ, ആ കടയിലൊക്കെ പോയി അന്വേഷിക്കും പറയും കൊച്ചിവിടെ വന്നിട്ട് എങ്ങോട്ടാ പോയെന്നറിയത്തില്ല, മുട്ടായി മേടിച്ചുകൊണ്ട് തിരിച്ചു പോയെന്ന് പറയുക.
ഈ സമയത്ത് പെട്ടെന്ന് പി ടി എ പ്രസിഡന്റ് വരിക. പി ടി എ പ്രസിഡന്റ് വന്ന് ഇപ്പം തന്നെ ടീച്ചർമാരുടെ സാറുമാരുടെ വെപ്രാളം കണ്ടപ്പോൾ മനസ്സിലായി എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് പി ടി എ പ്രസിഡന്റ് മനസ്സിലാവുക. അങ്ങനെ പെട്ടെന്ന് സാറുമാരും ടീച്ചർമാരും സ്കൂൾ കോമ്പൗണ്ടും സ്കൂൾ മുറികളും ബാത്റൂമുകളും ഒക്കെ അരിച്ച് പറക്കി തപ്പിയിട്ടും ഈ പെൺകുട്ടിയെ കാണുന്നില്ല. തൻ്റെ ടീച്ചറമ്മയുടെ ക്ലാസ്സിലെ സ്റ്റുഡൻറ്റിനെ ഇപ്പം പ്രിയ പെൺകുട്ടിയെ കാണുന്നില്ല. അപ്പം എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ആർക്കും ഒരു പിടിപാടുമില്ല. അതിനുശേഷം ടീച്ചറമ്മ പറയുന്നത് വളരെ വെപ്രാളത്തോടു കൂടി ഇത് മൊത്തം തൻ്റെ ക്ലാസ്സിലെ കുട്ടിയാണ് മിസ്സായിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ സ്തംഭിച്ച് നിൽക്കുന്ന ഒരു ഭാഗം കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അതിനുശേഷം നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് ഇതൊരു പോലീസ് കേസായി മാറുകയും അങ്ങനെ പോലീസ് വന്ന് ഈ സ്കൂളിൽ മൊത്തം ടീച്ചർമാരെയും സാറുമാരെയും ക്വസ്റ്റ്യൻ ചെയ്യുകയും ഈ കുട്ടിയെ അന്വേഷിക്കുകയും ചെയ്യുക. പക്ഷേ കുട്ടിയെ കണ്ടെത്തുന്നില്ല. അങ്ങനെ കണ്ടെത്താതെ വരുമ്പോൾ ടീച്ചറിന് പേരിൽ ഈ ക്ലാസ് ടീച്ചറിന് നേരെ കേസെടുക്കുകയും നമ്മുടെ ടീച്ചറമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യുകയാണ്. ഇതറിഞ്ഞ വീണ തൻ്റെ മോളായ വീണ പോലീസ് സ്റ്റേഷനിലെത്തി എസ് ഐയോട് കാര്യങ്ങൾ തിരക്കി. എന്തിനാണ് എൻ്റെ അമ്മയെ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്, ഒരു പ്രതിയെ പിടിച്ചു നിർത്തിയിരിക്കുന്ന പോലെയാണല്ലോ എൻ്റെ അമ്മയെ പിടിച്ചു നിർത്തിയിരിക്കുന്നതെന്ന് ചോദിക്കുക. അപ്പോൾ പോലീസുകാർ അതിനു വേണ്ട മറുപടി കൊടുക്കുകയാണ്. ഇതിന് ഉത്തരവാദിത്തം ടീച്ചറിനാണ് എന്ന് പറയുക. ഇതിനിടയിൽ നമ്മുടെ ടീച്ചറിൻ്റെ ശത്രുവായ പി ടി എ പ്രസിഡന്റും പറയുകയാണ് ഈ കുട്ടി മിസ്സായതിന് മുഴുവൻ ഉത്തരവാദിത്വം ഈ ടീച്ചറിന് സരസ്വതി ടീച്ചറിനാണ് എന്ന് പോലീസുകാരോട് വ്യക്തമാകുകയും അങ്ങനെ പരാതി ടീച്ചറിന് മേൽ ഉണ്ടാകുകയും ചെയ്യുക. ഇതിനിടയിൽ ടീച്ചർ ഈ വിശദീകരണവുമായി എസ് ഐയുടെ മുൻപിലേക്ക് ചെല്ലുമ്പോൾ എസ് ഐ ടീച്ചറെ പിടിച്ച് തള്ളിയിടുന്ന ഒരു ദയനീയ കാഴ്ച കണ്ടുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡിലും കാണാൻ പോകുന്നത്. എന്തായാലും ടീച്ചറമ്മയ്ക്ക് സ്കൂളിൽ വലിയ ഒരു പ്രശ്നം നേരിടുന്ന ഒരു ഭാഗമൊക്കെയാണ് ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണാൻ പോകുന്നത്. എന്തായാലും 2-3 ദിവസം നമുക്ക് ഈ ടീച്ചറിൻ്റെയും ടീച്ചറിൻ്റെ കുടുംബത്തെയും വ്യക്തികളെയും പരിചയപ്പെടുന്നതുകൊണ്ട് ക്ലിയറായിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിയുന്നില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതലായി പഠിച്ച് ഈ റിയൽ വിശേഷവും പ്രമോ വിശേഷവും നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.